വീട്ടിൽ നിന്ന് പ്രതിഭകൾ ഉണ്ടാകുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അതൊരു ക്ലാസ്സിൽ നിന്നാകുമ്പോൾ ആ ക്ലാസ്സിന് എന്ത് സന്തോഷമായിരിക്കും. അത് സ്കൂളിനാകുമ്പോൾ സ്കൂളിന്, ക്ലാസ്സിനാകുമ്പോൾ ക്ലാസ്സിന്. അങ്ങനെ രണ്ടുപേർ ക്ലാസ്സിൽ നിന്ന് ഉള്ള പ്രതിഭകൾ എന്നതിനപ്പുറത്തേക്ക് കൂട്ടുകാർ കൂടിയാണ് അല്ലേ? കൂട്ടുകാരല്ലേ? ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. രണ്ടുപേരും ആലത്തൂർ ഗുരുകുലം സ്കൂളിലെ കുട്ടികളാണ്. ആർട്സിന് വേണ്ടി മാറ്റിവെച്ച സ്കൂളാണോ? അതെ, അക്കാഡമിക്സും ഒരുമിച്ച് കൊണ്ടുവന്ന സ്കൂളാണ്. ഒരുപോലെ കൊണ്ടുപോകുന്നയാ. ഇപ്പം എങ്ങനെയാ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ എങ്ങനെയാ? പഠിക്കുന്ന കാര്യത്തിൽ നല്ല ഇതുപോലെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ. ഇവര് മിമിക്രിയാണ്, അനുകരണ കലയുടെ അല്ലേ പ്രതിഭകളാണ്. രണ്ടുപേരും മിമിക്രി ചെയ്തു. രണ്ടുപേർക്ക് എ ഗ്രേഡ് അല്ലേ? അതെ, രണ്ടുപേർക്ക്. വേറെ ആരെങ്കിലും പങ്കെടുത്തിരുന്നു സ്കൂളിന്? വേറെ മിമിക്രി ഞാൻ HSS ഗേൾ, പിന്നെ HS ബോയ് ഉണ്ട്, HS ഗേളും ഉണ്ട്. മിമിക്രി 4 പേര് എ ഗ്രേഡ്. എല്ലാവർക്കും എ ഗ്രേഡ്. എല്ലാവർക്കും ഇവർ പങ്കെടുക്കുന്നു, എല്ലാം എ ഗ്രേഡ് വാങ്ങുന്നു. ഇതാണ് ഇവരുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും പേര് പറഞ്ഞു ആദ്യം. എൻ്റെ പേര് സുകൃത. എൻ്റെ പേര് ശ്രീരാജ്. ശ്രീരാജ്. ഓക്കെ. ക്ലാസ് എങ്ങനെയുണ്ട് മക്കളെ? ക്ലാസ്സിൽ നിങ്ങൾ കോമ്പറ്റീഷൻ ഒന്നുമില്ലേ? കോമ്പറ്റീഷൻ ഒന്നുമില്ല, ഞങ്ങൾ ആ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പഠിക്കും. പറയുമ്പോ ഇന്ന് നീ ഇത്തവണ ഇത് ചെയ്തോ, ഇത്തവണ അത് ചെയ്യണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമോ? അതെ അതെ. സുഹൃത ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടം ആരുടെ ശബ്ദ? രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസിനെ വെച്ച് തുടങ്ങാം. ഓക്കെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിനി ഹരിദാസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് മാതൃഭൂമിയുടെ ന്യൂസ് വേദിയിലാണ്. നാളെ നമ്മളൊക്കെ വലിയ ആങ്കർമാരൊക്കെ ആകുമ്പോൾ ചെയ്യുമായിരിക്കും അല്ലേ? അപ്പൊ ചെയ്യുവോ? ശരി. ഇനി തിരിച്ച് ആരുടെ ഏറ്റവും ഇഷ്ടം ശ്രീരാജ് ചെയ്യുന്നതിൽ? എനിക്ക് അവൻ ചെയ്യുന്നതിൽ അനീഷിന്റെ, ബിഗ് ബോസിലെ അനീഷിന്റെ ശബ്ദമാണ്. സമയം രാവിലെ 8:30. മെസ്സി കൊള്ളിക്കൊള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അനീഷ്, എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? സുപ്രഭാതം ബിഗ് ബോസ്. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഇതിനുള്ള മറുപടി പറയൂ അല്ലേ? അത് ശിവാംഗി. ഞാൻ പറഞ്ഞു കേട്ട് പ്രേക്ഷകർ അത് തിരിച്ചറിയുന്നതാണ് മിമിക്രീന്റെ ഭംഗി എന്ന് പറയുന്നത്. പറ തിരികെ മറുപടി. സുപ്രഭാതമൊക്കെ ഓക്കേ, ആണാ നമ്മളിപ്പോ ഇരിക്കുന്നത് മാതൃഭൂമിയുടെ ന്യൂസ് ചാനലിലാണ്. അപ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയേ. അതാണ് സ്വാഭാവികമായിട്ടും ശിവാംഗി ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുക. ശിവാംഗിന്റെ സംസാരം അതിമനോഹരമാണ്. ശരി, ഇനി അടുത്താരാ? ജനാർദ്ദനൻ. ഞാനും ഇവനും കൂടെ ഒരു കോൺവെർസേഷൻ പോലെ. ഓക്കെ. ഓ, എങ്ങനെ പോടണോ തന്റെ ഭദ്ര ജീവിതമൊക്കെ. ഈ നാട്ടിലെ ജനങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക. വേറെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇനി മഞ്ജു വാര്യറിന്റെ ശബ്ദം. ഓക്കെ. സ്ത്രീകൾ സിനിമയ്ക്ക് പോട്ടെ, രാത്രി തട്ടുദോശ കഴിക്കട്ടെ, കപ്പലണ്ടിക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. നിങ്ങളുടെയൊക്കെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്. ശരി. അപ്പം എങ്ങനെ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടാണ്? എല്ലാവരും? അതെ, നല്ല സപ്പോർട്ടാണ്. സ്കൂൾ ഫുൾ എല്ലാവരും സപ്പോർട്ടാണ്. ഓക്കെ. ശരി. എന്തെങ്കിലും പറയാനുണ്ട്? പറഞ്ഞോ. അതായത് ഞങ്ങളുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാപ്പോഴും നമ്മൾ എന്ത് ആർട്സ് ഏത് ഇതാകണമെങ്കിലും ഫുൾ സപ്പോർട്ടോടെ നിൽക്കും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ 12ാമത്തെ തവണ ബെസ്റ്റ് സ്കൂളാണ്. ഈ വർഷം 12 വർഷമായിട്ട് ഓവറോൾ ചാമ്പ്യൻസ് ഞങ്ങൾ തന്നെയാണ്. ഇതിപ്പോ 13ാമത്തെ വർഷമാണ്. നിങ്ങൾ ഈ തവണ വരും അല്ലേ? ശരി. അതായത് ജില്ല ചാമ്പ്യൻ ആവുന്നതിനപ്പുറത്തേക്കാണ് സ്കൂൾ ചാമ്പ്യൻ ആവുന്നുള്ള ഫീല് ഇവരുടെ സ്കൂളാണ്. കഴിഞ്ഞ നമ്മൾ ആഘോഷം കണ്ടാണ് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എങ്ങനെയായിരിക്കും? +1 അല്ലേ രണ്ടുപേരും? +2 കഴിഞ്ഞു കലോത്സവം. അതെ, അവസാനത്. സങ്കടാണോ? സങ്കടമുണ്ട്. അവസാനമല്ലേ കലോത്സവം. പക്ഷേ പങ്കെടുത്തൊക്കെ കളറാക്കിയിട്ടാണ് നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നത്. കൺഗ്രാജുലേഷൻ. താങ്ക് യു. വീണ്ടും കൂടുതൽ കലോത്സവ വേദികളിലും അതായത് കോളേജിലൊക്കെ എത്തി അതിനപ്പുറത്തേക്ക് വേദികളൊക്കെ കാണട്ടെ രണ്ടുപേരെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുരുകുലം ആലത്തൂർ സ്കൂളിലെ കുട്ടികളാണ്. എന്തായാലും അതിമനോഹരമായിട്ട് തന്നെ അവർ ആ ശബ്ദങ്ങളൊക്കെ അവതരിപ്പിച്ചു. നമ്മളത് കേട്ടു, അതിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.